ഓക്കെ, അപ്പൊ ഈ ദിവ്യയും അഭിരാമിയും തമ്മിൽ സ്നേഹിക്കുന്ന എങ്ങനെയാ? ഓ ദാറ്റ്സ് എ സൂപ്പർ ക്വസ്റ്റ്യൻ. സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവ്യ ആരാന്നറിയാം, അഭിരാമി ആരാന്നറിയോ എന്റെ പ്രേക്ഷകർക്ക്? ഞാൻ തന്നെ ദിവ്യ, ഞാൻ തന്നെ അഭിരാമി. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നൽകിയ പേര് ദിവ്യ, ഞാൻ എനിക്ക് നൽകിയ പേര് അഭിരാമി. വന്നതിന് ശേഷം ഞാൻ തന്നെ ചൂസ് ചെയ്ത് ഇട്ടത്, ഇഷ്ടപ്പെട്ടിട്ട പേരാണ് അഭിരാമി. തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വേർതിരിച്ച് മാറ്റാൻ പറ്റില്ല. ദിവ്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും വളരെ എൻ്റെ ഇന്നർ സർക്കിളും മാത്രം അറിയുന്ന ഒരാളാണ് ദിവ്യ. അഭിരാമിക്ക് കുറച്ചുകൂടെ ഒരു ഡിപ്ലോമസിയും കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്, കുറച്ചുകൂടെ പോളിഷ്ഡ് ആണ്. ദിവ്യ താനി ലോക്കലാണ്. അല്ല, അപ്പം ദിവ്യയായിട്ടായിരിക്കും കൂടുതൽ അടുപ്പം. അതെ, ഡെഫിനറ്റ്ലി. ഈ സെക്കൻഡ് ഓഫർ എങ്ങനെ വന്ന ഗരുഡനില്? ഇപ്പൊ ആക്ച്വലി ലിസ്റ്റിനാണ് വിളിച്ചത്. ലിസ്റ്റിൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, ഇതിൽ സുരേഷ് ചേട്ടന്റെ പേരായിട്ട് റോൾ ഉണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ഡയറക്ടറെ കൊണ്ട് വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ തന്നെയാണ്, ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലാണ്. പക്ഷെ കൂടുതലും തമിഴ് തെലുഗു പടങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനു വേണ്ടി എവിടെ പോകണം അവിടെ, അങ്ങനെ നാടോടികളല്ലേ നമ്മളെല്ലാവരും. സോ അങ്ങനെ പോകുന്നു. അപ്പൊ ലിസ്റ്റിനാ വിളിച്ചേ. എന്നിട്ട് അരുൺ കഥ പറഞ്ഞു. ഇതിന്റെ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന്റെ വൺ ലൈൻ കേട്ടപ്പോ തന്നെ അതിൽ എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് തോന്നി. അപ്പം ശരി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ്. അല്ല, സെക്കൻഡ് വരവ് പോയിട്ട് കുറച്ച് നാളായല്ലോ, കല്യാണം കഴിഞ്ഞു, പിന്നെ അഭിനയിച്ചില്ല, കുറച്ച് നാൾ നല്ലൊരു ഗ്യാപ്പ്. ഞാൻ ആക്ച്വലി പഠിക്കാനായിട്ട് പോയതാ. ഡിഗ്രി ചെയ്യാനായിട്ട് പോയി, കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി അത് കഴിഞ്ഞ് 2-3 വർഷം വർക്ക് ചെയ്തു. അതിനിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷെ എന്റെ ഹസ്ബൻഡ് എനിക്ക് കൊച്ചിലേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓഫേഴ്സ് വന്നായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഒരു ഓൾമോസ്റ്റ് 1 year വരെ വിളിക്കുന്നുണ്ടായിരുന്നു, ഒരു പടം ഉണ്ട് ചെയ്യോ എന്നൊക്കെ പറഞ്ഞു. അപ്പം പലരുടെ അടുത്തും ഇങ്ങനെ ആളെ സ്ഥലത്തില്ല, പഠിക്കാനായിട്ട് പോയി, നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ വരാണ്ടായി. അങ്ങനെ അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ബാക്കി കല്യാണം കഴിച്ചു. കല്യാണം വരെ എത്തിയില്ല, പിന്നെ കൊച്ചിലെ വരെ എത്തിയുള്ളൂ. ഹസ്ബൻഡിനെ കൊച്ചിലെ അറിയാന്ന് പറഞ്ഞില്ലേ? കല്യാണത്തിന് എത്തിയില്ല. അവിടുന്ന് പോരട്ടെ. അതിന്റെ അമ്മ ഇത് കൊറേ ഉണ്ട് കേട്ടോ കഥ. ഒരു ഭയങ്കര ലവ് സ്റ്റോറിയാണ്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. 11ാം ക്ലാസ്സിൽ തൊട്ട് ഞങ്ങൾക്കറിയാം. അപ്പം പുള്ളിയെ ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പുള്ളി എപ്പോഴും വീട്ടിലൊക്കെ വരുമായിരുന്നു. നമ്മളെ എന്താ ചീട്ട് കളിക്കാനും ക്യാരംസ് കളിക്കാനും ബാഡ്മിന്റനും അതും ഇതെല്ലാം. നമ്മൾ കേരളത്തിൽ പഠിച്ചതുകൊണ്ട് എപ്പം സ്ട്രൈക്ക് വന്ന് കോളേജിൽ ക്ലാസ് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ പുള്ളി നേരെ എന്റെ വീട്ടിലോട്ട് വരും. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ആന്റി എന്താ ഉള്ള കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫ്രീ ആണ്. നമ്മൾ ഒരുമിച്ച് വളർന്നതല്ലേ. സോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അയ്യോ അത് വേറെ, അത് മാറിപ്പോവും, അത് ശരിയാവില്ല. അല്ല, നമ്മൾ വി വർ ബെസ്റ്റ് ഫ്രണ്ട്സ് ശരിക്കും. ഇൻ ഓൾ എന്താ പറയണേ, ഓണസ്റ്റി എൻ്റെ ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു കൊച്ചുനാൾ തൊട്ടേ. പിന്നെ പുള്ളി ഡിഗ്രി കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി, അല്ല വർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാനും സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വഴിക്ക് പോയി. ഇപ്പോൾ കുറച്ച് നാൾ ടച്ചിൽ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കോൺടാക്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് മീറ്റ് ചെയ്യുന്ന US വെച്ചാണ്. ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയിരുന്നു. ആൻഡ് പുള്ളി ജോലിക്കാരുമായിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെയും വി മെറ്റ്. ആൻഡ് ആ ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഈസി അത് തിരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തിരിച്ച് എടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണല്ലോ പോയത്, പക്ഷെ മാരേജിലേക്ക് എങ്ങനെ എത്തിയേ? അതെ, ആ US വന്ന് കണ്ടുമുട്ടിയതിന് ശേഷം ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രാജുവലി വേറൊരു ലെവലിലേക്ക് പോയി. നാച്ചുറലി ഷാറൂഖ് ഖാൻ ഒക്കെ പറയുന്നത് ഫ്രണ്ട്സ് ആയിട്ട് ഒരിക്കലും ഇരിക്കാനൊക്കെ നടന്നില്ല, വേറെ ഒരു ലെവലിലേക്ക് പോയി. അല്ല, പക്ഷെ അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചൊരു ഇതാണ്. ബിക്കോസ് നമുക്ക് അത്രയും കംഫർട്ട് ഉണ്ടായിരുന്നു, എല്ലാം അറിയായിരുന്നു. അതെ, ഫാമിലീസ് തമ്മിലും അറിയായിരുന്നു. രണ്ടുപേരും ട്രിവാൻഡ്രത്ത് നിന്നുള്ള കുട്ടികളാണ്. സോ എല്ലാം വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം വളരെ സിമിലർ ആണ്. അപ്പൊ വേവ് ലെങ്ത് മാച്ച് ഉണ്ട്.
ഒന്നും ചെയ്യണ്ട, ഒന്നുമില്ല. പ്ലെയിൻ. ഹാ, അതാ ഏറ്റവും നല്ലത് അല്ലെ. നമ്മുടെ പ്ലസ് മൈനസ് അറിഞ്ഞ ഒരാൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. സത്യം സത്യം. പിന്നെ ഓക്കെ, അവിടെ സെറ്റിലായി, മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ സെറ്റിലായി. അപ്പോഴും ഈ തിരിച്ച് ഇങ്ങോട്ട് ഫിലിമിലേക്ക് വരവുണ്ടോ എന്നുള്ളത് തീരുമാനിച്ചു എപ്പോഴേലും? ഇല്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുമോ എന്നുള്ളതൊന്നും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടല്ല പോയത്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു വേഗതയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആ ലൈഫിലേക്ക് അങ്ങ് സെറ്റിൽ ചെയ്ത് ഫുള്ളി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ തിരിച്ച് വരുന്നത് ഒരു പടത്തിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു തമിഴ് പടത്തിന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞ തമിഴ് പടത്തിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് കമലഹാസൻ സാർ എന്നെ വിളിച്ചു. പുള്ളി അത് ഷൂട്ട് ചെയ്തത് തന്നെ US-ലാണ്. അതിൽ ഹീറോയിൻ്റെ സംസാരം വന്ന ഒരു അമേരിക്കൻ ആക്സെൻറ്റും വേണം. അത് മാത്രമല്ല നല്ല സ്പഷ്ടതയോടെ തമിഴും പറയണം. സോ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ വിളിച്ച് ഇങ്ങനെ വന്ന് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പം കോയിൻസിഡൻ്റലി അപ്പോൾ 100 years ഓഫ് സിനിമയുടെ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും നാട്ടിലുണ്ടല്ലോ, അതിന് പോയി. അങ്ങനെ തിരിച്ച് അപ്പോത്തിക്കറി എന്ന് പറഞ്ഞ മൂവി വന്നു. അവിടെ വെച്ച് എന്നെ കണ്ടപ്പോഴത്തേക്കും ഇവര് തിരിച്ചെത്തിയോ എന്ന് പറഞ്ഞിട്ട് ആന്റന എന്നിട്ട് അങ്ങനെ വിളിച്ചു അപ്പോത്തിക്കറി, വിച്ച് ഇസ് അഗൈൻ ഇൻസിഡന്റലി സുരേഷ് ഏട്ടന്റെ കൂടെ. എന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു സിനിമാ ജീവിതത്തിൽ സുരേഷ് ഏട്ടൻ വലിയൊരു പങ്കാളിയാണ്. സത്യം.